ഒരിക്കൽ സുന്ദർബൻ എന്നൊരു ഗ്രാമത്തിൽ വേനൽക്കാലം നന്നായി വന്നതുകൊണ്ട് അവിടെയുണ്ടായിരുന്ന വിളവുകളെല്ലാം കരിഞ്ഞുപോയി. പെട്ടെന്ന് അന്തരീക്ഷത്തിന് എന്ത് സംഭവിച്ചെന്നേ അറിയില്ല. നന്നായി മഴ കിട്ടേണ്ടിയിരുന്ന മഴക്കാലത്ത് ഒരു തുള്ളി മഴ പോലും ആ ഗ്രാമത്തിൽ പെയ്തതേയില്ല. ഇത് കാരണം സുന്ദർബൻ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. പാവം അവരെല്ലാവരും ജലത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായി വന്നു. ആ ഇന്ദ്രദേവൻ നമ്മളോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെന്നറിയില്ല. ഇനിയും കുറച്ചു ദിവസങ്ങളിൽ മഴക്കാലവും കഴിയും. എന്നാൽ ഇപ്പോൾ പോലും ആകാശത്തിൽ ഒരു കാർമേഘം പോലും കാണാനില്ല. എനിക്കും എന്ത് തോന്നുന്നാൽ നമ്മുടെ ഈ സുന്ദർബനിനെ ആരോ കണ്ണുവെച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതുവരെ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടേ ഇല്ല. സുന്ദർബൻ എന്ന ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞതും എനിക്ക് മനോഹരമായ പൂക്കളും പിന്നെ മനസ്സ് കീഴടക്കുന്നത് പോലെ ഉള്ള സ്ഥലങ്ങളുമാ ഓർമ്മ വന്നത്. രാധിക തന്റെ കണ്ണുകളടച്ച് 2 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സുന്ദർബൻ ഗ്രാമത്തെക്കുറിച്ച് ഓർത്തു. സുന്ദർബൻ ഗ്രാമം വളരെ മനോഹരമായിരുന്നു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സൂര്യന്റെ രശ്മികൾ വീഴുന്നതും ഗ്രാമത്തിൽ ഒരു പ്രകാശം തന്നെ വരും. എല്ലായിടത്തും ഹരിതാപവും പച്ചപ്പുമായിരുന്നു. പക്ഷികൾ എന്നും ഇവിടെ ചിലയ്ക്കുമായിരുന്നു. അവറ്റകൾ ഭക്ഷണം അന്വേഷിച്ച് ആകാശത്തിൽ പറക്കുമായിരുന്നു. സ്ത്രീകൾ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരുന്നത്, കർഷകർ കാളയും കലപ്പയുമായി നിലത്തിലേക്ക് പോകുന്നത്, കുട്ടികൾ സ്കൂൾ ബാഗുമിട്ട് സന്തോഷത്തോടെ സ്കൂളിൽ പോകുന്നത്, ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിച്ചിരുന്നു. രാധിക ഒരു സുന്ദരമായ സ്വപ്നം പോലെ ഇതിനെക്കുറിച്ചെല്ലാം ഓർത്തു. അപ്പോഴാണ് വീരേന്ദർ അവളെ ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്തിയത്. അയ്യോ, നിനക്ക് എന്തു പറ്റി? കണ്ണു തുറന്നു വെച്ച് നീ സ്വപ്നം കാണുവാണോ? ഞാൻ സ്വപ്നം കണ്ടതല്ലെന്നേ, 2 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സുന്ദർബനെ കുറിച്ച് ചിന്തിച്ചതാണ്. അതെ, എന്ത് നല്ല ദിവസമായിരുന്നു അത്. എവിടെ നോക്കിയാലും ഹരിതാപയുള്ള ഗ്രാമം. എവിടെ നോക്കിയാലും എല്ലാവരും സന്തോഷത്തോടെ തമ്മിൽ സംസാരിച്ച്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രാമത്തെയും ഇവിടെയുള്ള ഈ മനോഹാരിതയും കാണാൻ ഒരുപാട് ദൂരെ നിന്നും വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്ക്, ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ജീവിക്കാൻ തന്നെ പാടാണ്. ഇനി വരുന്ന കാലത്തിൽ എന്ത് സംഭവിക്കുമെന്നേ അറിയില്ല. വിളവെല്ലാം കരിഞ്ഞു പോയതുകൊണ്ട് ഗ്രാമത്തിൽ ഭക്ഷണവുമില്ല. എല്ലാവരുടെ വീട്ടിലും 1 മാസത്തേക്ക് പോലും വയറു നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ല. നീ 1 മാസത്തെക്കുറിച്ചാ പറയുന്നത്. എന്നാൽ നമ്മുടെ വീടിന്റെ സാഹചര്യം ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട സാധനങ്ങൾ പോലും നമുക്കില്ല. എനിക്ക് വളരെ നന്നായി അറിയാം. അച്ഛനും അമ്മയും 2 പേരും പട്ടിണി കിടന്ന് നമ്മളെ എങ്ങനെയാണ് ഇതുവരെ വളർത്തിയതെന്ന്. ദൈവമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഇല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് തന്നെ സുന്ദർബൻ എന്ന ഈ മനോഹരമായ ഗ്രാമം ഒരു ശ്മശാനമായി മാറും. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരാൻ നമ്മൾ ഈ ഗ്രാമത്തിലൊരു യാഗം നടത്തേണ്ടി വരുമെന്നാ. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഉടനെ വീരേന്ദറും രാധികയും ഗ്രാമജനങ്ങളോട് ഈ യാഗത്തിനെ കുറിച്ച് പറഞ്ഞു. വരണ്ടു കിടന്നിരുന്ന വിളവുകൾ കണ്ട് ഗ്രാമജനങ്ങളും ഈ യാഗത്തിന് സമ്മതം മൂളി. ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിന്റെ മുൻപിൽ അവർ ഒരു വലിയ യാഗവും തയ്യാറാക്കി. യാഗം ചെയ്തു തീർത്തതും ഗ്രാമത്തിലേക്കൊരു പുരോഹിതൻ വന്നു. ആരെങ്കിലും എന്തെങ്കിലും ദാനം തരൂ. അദ്ദേഹം ഒരു വീട് പോലും വിട്ടുവെക്കാതെ ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും കയറി. ഇവിടെ നോക്കൂ മകളെ, ഞാൻ കുറച്ചു ദിവസമായി പട്ടിണിയിലാണ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. അങ്ങുന്നേ, ഇന്നലെ രാത്രി മുതൽ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടില്ല. ഞാൻ ഓരോ ദിവസം വിട്ടുവിട്ടാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കാരണം ആവശ്യത്തിനുള്ള വീട്ടു സാധനങ്ങൾ ഇവിടില്ല. അവർ പറഞ്ഞതെല്ലാം കേട്ട് അദ്ദേഹം അവിടെ നിന്നും നടന്നു പോകാൻ തുടങ്ങി. അപ്പോഴാണ് ആ വീട്ടിലെ സ്ത്രീ പുരോഹിതനെ വിളിച്ചത്. അങ്ങുന്നേ, ഒരു നിമിഷം, താങ്കൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും കൈയോടെ പോകരുത്. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ബാക്കി എല്ലാ പലചരക്ക് സാധനങ്ങളും അവർ ആ പുരോഹിതന്റെ സഞ്ചിയിലേക്ക് ഇട്ടു. ആ ദൈവം എപ്പോഴും നിനക്ക് തുണയായി കാണും. നിന്റെ കഷ്ടപ്പാടുകളെല്ലാം അദ്ദേഹം അകറ്റിമാറ്റും. പുരോഹിതൻ അവരെ നന്നായി അനുഗ്രഹിച്ച് അവർ ദാനം ചെയ്ത സാധനങ്ങളും വാങ്ങി അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോയി. അദ്ദേഹം അപ്പോൾ ഒരു കുടിലും കണ്ടു. ആ വീട്ടിലുണ്ടായിരുന്നവർ അപ്പോൾ കഴിക്കുകയായിരുന്നു. അമ്മേ, എന്തെങ്കിലും ദാനം ചെയ്യൂ. ആ പുരോഹിതന്റെ ശബ്ദം കേട്ടതും ഗ്രഹനാഥൻ വെളിയിലേക്ക് വന്നു. അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണവും ദാനം ചെയ്തു. പുരോഹിതനും ആ ഗ്രഹനാഥൻ കൊടുത്ത ആ ഒരു റൊട്ടിയും കഴിച്ചു. എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറ് നിറഞ്ഞതേയില്ല. പുരോഹിതന്റെ മുഖത്തെ അപ്പോഴുള്ള ആ അസംതൃപ്തി കണ്ട് ആ വീടിന്റെ ഗ്രഹനാഥൻ ഉടനെ വീടിനകത്തേക്ക് പോയി തന്റെ ഭാര്യയുടെ ഭക്ഷണവും കൊണ്ടുവന്ന് ആ പുരോഹിതന് കൊടുത്തു.
പുരോഹിതനും ആ പ്ലേറ്റിലുണ്ടായിരുന്ന ഒരു റൊട്ടിയും കൂടി കഴിച്ചു. എന്നാൽ അതുകൊണ്ടും അദ്ദേഹത്തിന്റെ വയറ് നിറഞ്ഞതേയില്ല. ഇവിടെ നോക്കൂ മകനെ, നീ ഈ രുചിയുള്ള ഭക്ഷണം തന്ന് എന്റെ വിശപ്പ് നീ വീണ്ടും കൂട്ടി. ഇതാ സ്വാമിജി, താങ്കൾ എന്റെ ഭക്ഷണവും കഴിച്ചോളൂ. സ്വാമി, ഇതാ വച്ചോളൂ. താങ്കൾ എന്റെ വിഹിതമായ ഭക്ഷണവും കഴിച്ച് താങ്കളുടെ വിശപ്പ് മാറ്റൂ. പുരോഹിതൻ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു. അദ്ദേഹം ആ കുടുംബത്തിന്റെ ദാനം ചെയ്യുന്ന മനോഭാവം കണ്ട് അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു. എല്ലാവരും ഇവിടെ നോക്കൂ, ഞാൻ നിങ്ങളുടെ ഈ ദാനവും നിങ്ങളുടെ എല്ലാം മനസ്സും കണ്ട് ഒരുപാട് സന്തോഷവാനായിരിക്കുന്നു. നീയും നിന്റെ കുടുംബവും പട്ടിണി കിടന്ന് നിങ്ങൾ എന്റെ വിശപ്പ് അകറ്റി മാറ്റി. ദൈവം നിങ്ങളെ ഉറപ്പായും സംരക്ഷിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം അകറ്റി മാറ്റും. പുരോഹിതൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് വേറെ ഒരു വീടിന് നേരെ നടന്നു പോകാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ ആ പുരോഹിതൻ സുന്ദർബൻ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് പോയി ഭിക്ഷയാചിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വൈകുന്നേരവുമായി. ആ പുരോഹിതനും സുന്ദർബൻ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു പോയി. ഗ്രാമജനങ്ങളുടെ കയ്യിൽ കഴിക്കാൻ എന്തൊക്കെയുണ്ടായിരുന്നോ അതെല്ലാം അവർ ആ പുരോഹിതന് തന്നെ ദാനം ചെയ്തു. ഇത് കാരണം ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടി ഒരു ധാന്യമോ അരിയോ പോലും ഇല്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതും സുന്ദർബൻ ഗ്രാമത്തിലെ അപ്പോഴുള്ള കാഴ്ച കണ്ട് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. എന്തുകൊണ്ടെന്നാൽ ഗ്രാമത്തിന്റെ ഒരു വശത്ത് വെള്ളം കൊണ്ടുള്ള നദി ഒഴുകുമ്പോൾ മറുവശത്ത് അരി കൊണ്ടുള്ള നദിയും ഒഴുകിക്കൊണ്ടിരുന്നു. അതേന്നെ, ഇത് ഉറപ്പായും നമ്മുടെ ഗ്രാമത്തിൽ ദൈവം കാണിച്ച ദയവാണ്. ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒരു നദിയിൽ വെള്ളവും എടുത്ത് മറ്റൊരു നദിയിൽ നിന്നും അരിയും എടുത്തു. അങ്ങനെ അവർ ആ ഗ്രാമത്തിൽ ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കി. ഓംകില അരുണാചൽ പ്രദേശത്തിന്റെ ഒരു ഗ്രാമത്തിൽ ഇരുന്നു. അത് ചൈനയുടെ വളരെ അടുത്താണ്. ഓംകിലയുടെ കുടുംബത്തിൽ അവരുടെ വയസ്സായ അമ്മ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഓംകിലയുടെ കുടുംബ ചിലവ് കൃഷി ചെയ്താണ് നയിച്ചിരുന്നത്. ഓംകിലയുടെ ഗ്രാമം ചൈനയുടെ അടുത്തായതുകൊണ്ട് ഓംകില മോമോസ്, ചാമിൻ, വെജ് ഹക്ക നൂഡിൽസ്, മഞ്ചാവോ സൂപ്പ് ഇതുപോലുള്ള ചൈനീസ് ആഹാരം അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ഓംകിലയുടെ അമ്മ പാടത്ത് ജോലി ചെയ്യും. പിന്നെ ഓംകില വീട്ടിലിരുന്നു കൊണ്ട് പാചകം ചെയ്യും. എന്തു പറ്റിയമ്മേ, ഇന്ന് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആണല്ലോ. മറ്റുള്ളവരുടെ പാടം പോലെ തന്നെ നമ്മുടെ പാടവും മിലിട്ടറിയുടെ അടുത്ത് പോകും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആഹാരത്തിന് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ നമ്മുടെ പാടം പോയാൽ അതിനുള്ള നഷ്ടീട് അവര് നൽകില്ലേ? നമുക്ക് സ്വന്തം സ്ഥലമുണ്ടായാൽ അത് നമുക്ക് നല്ലതല്ലേ മോളെ? പക്ഷെ പണം അങ്ങനെയല്ല, കയ്യിൽ വന്നാൽ ഉടനെ ചിലവാകും. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മേ, ഇൻകമിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഇന്ന് മോമോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കഴിച്ചു നോക്കൂ. ചേച്ചി, നിങ്ങളുടെ ഈ മോമോസ് വളരെ നന്നായിട്ടുണ്ട്. കഴിക്കാനും നല്ല രസമുണ്ട്. ചോട്ടൂസ്, ഒരുപാട് മോമോസ് കഴിക്കുന്നെന്ന് തോന്നുന്നു. ശരി, നീ എണ്ണിയോ? എത്ര എണ്ണാ കഴിച്ചത്? 10 - 0 ഓംകില, ഇവന് പഠിക്കാൻ പറഞ്ഞു കൊടുത്തൂടെ? ഇങ്ങനെ തുടർന്നെന്ന് വെച്ചാൽ പിന്നെ ഇവനൊരു മണ്ടനായി മാറും. അമ്മേ, ഇവന് നല്ലൊരു ട്യൂഷൻ ആവശ്യമാണമ്മേ. ഞാൻ പറഞ്ഞാൽ ഇവൻ പഠിക്കുന്നില്ലമ്മേ. അടുത്ത ദിവസം വൈകുന്നേരം അവന്റെ അമ്മ വീട്ടിലേക്ക് വന്നു പറഞ്ഞു, ഓംകില, നമ്മുടെ പാടം പോയി മോളെ. 2 ലക്ഷം രൂപ കിട്ടി. ഗ്രാമത്തിൽ കാശ് വെച്ച് എന്തെങ്കിലും ഒരു ജോലി തുടങ്ങിയാലോ? ഗ്രാമത്തിൽ ഒരു ജോലിയുമില്ല. ഞാൻ നഗരത്തിലേക്ക് പോകാം. ഏതെങ്കിലും ജോലിയോ തൊഴിലോ സെറ്റായാൽ ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാശ് അയച്ചു തരാം. പക്ഷെ നീ ഏത് നഗരത്തിലേക്ക് പോകും? ഞാൻ ഡൽഹിയിലേക്ക് പോകാം. നീ വിശാഖപട്ടണത്തേക്ക് പോ. അവിടെ നമ്മുടെ ഗ്രാമത്തിലുള്ള നാരിയൻ ജോലി ചെയ്യുന്നുണ്ട്. പുറത്തിരിക്കുന്ന നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് നമുക്ക് തീർച്ചയായും സഹായം കിട്ടും. ഓംകില ആന്ധ്രാപ്രദേശത്ത് കടൽക്കരയിൽ ഉള്ള ഒരു നഗരമായ വിശാഖപട്ടണത്തിലേക്ക് ചെന്നു. പിന്നെ തന്റെ ഗ്രാമക്കാരനായ നരേനെ ചെന്നവൾ കണ്ടു. ഞാൻ ഇവിടെ ജോലി അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാമോ? നിനക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഞാൻ ചൈനീസ് ഫുഡ് നന്നായിട്ട് ചെയ്യും. ഞാനൊരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാണ്. അവിടെ മോമോസ് ഉണ്ടാക്കുന്ന ആൾ ആവശ്യമാണ്. ഞാൻ എന്റെ മുതലാളിയോട് പറഞ്ഞു നോക്കാം. നാരേൻ റെസ്റ്റോറന്റ് ഓണറിനോട് സംസാരിച്ചു. പിന്നെ ഓംകിലയ്ക്ക് മോമോസ് ചെയ്യുന്ന ജോലി കിട്ടി. ആ റെസ്റ്റോറന്റ് കടലിന്റെ കരയിലായിരുന്നു. ജനങ്ങൾ ആ ബീച്ചിലേക്ക് വരും. പിന്നെ ആഹാരമൊക്കെ അവിടെ കിട്ടും. ഓംകിലയുടെ കൈകൊണ്ട് ചെയ്യുന്ന ടേസ്റ്റിയായ മോമോസ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിന്റെ വരുമാനം ഒരുപാട് അധികരിച്ചു. പക്ഷേ വ്യാപാരം അധികം വരാത്തത് കൊണ്ട് വിഷ്ണു അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സാലറി അധികരിച്ചില്ല. അദ്ദേഹം ഓംകിലയ്ക്ക് വെറും 10,000 രൂപയാണ് നൽകുന്നത്. ഓംകിലയ്ക്ക് അതിൽ തന്റെ കാര്യം നോക്കി വീട്ടിലേക്ക് പണം അയക്കാൻ കഷ്ടമായിരുന്നു.
ഞാൻ ഇവിടെ വന്ന് 6 മാസമാകാൻ പോകുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വെറും 8,000-ഓ 10,000-മേ അയക്കാൻ പറ്റുന്നുള്ളൂ. പാവം അമ്മ ചെലവിനായി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം ഓംകില റെസ്റ്റോറന്റ് ഓണറിനോട് ചെന്ന് സംസാരിച്ചു. അങ്കിൾ, എന്റെ സാലറി 15,000 രൂപയാക്കി തരുമോ? എന്നെ കൊണ്ട് വീട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റുന്നില്ല. അതിനെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ഞാൻ കട വെച്ചിരിക്കുന്നത്? നിനക്ക് ഞാൻ ജോലി തന്നിട്ടുണ്ടല്ലേ, അത് തന്നെ വലിയ കരുണ തന്നെയാണ്. സാലറി ഒന്നും കൂടാൻ പോകുന്നില്ല. പോയി നിന്റെ ജോലി നോക്ക്. അപ്പോൾ ഓംകിലയുടെ കൈവശം വേറൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ റെസ്റ്റോറന്റിൽ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ആ റെസ്റ്റോറന്റിനടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പട്ടി വരും. ഓംകില അതിന് മോത്തി എന്ന് പേര് വെച്ചു. മോത്തി അവിടെ വരുമ്പോഴൊക്കെ ഓംകില അതിന് കഴിക്കാൻ 2 മോമോസ് നൽകും. ഒരു ദിവസം റെസ്റ്റോറന്റ് ഓണർ ഓംകില പട്ടിക്ക് മോമോസ് നൽകുന്നത് കണ്ടു. മോമോസ് വാങ്ങിക്കുന്ന സാധനത്തിന് വേണ്ടിയുള്ള കാശൊക്കെ നിന്റെ അച്ഛന്റെ കാശല്ല. അത് നീ എന്താ നായ്ക്ക് ഇട്ടോണ്ടിരിക്കുകയാണോ? ഈ 2 മോമോസ് പട്ടി കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്താ കുറഞ്ഞു പോയത്? ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയുന്നേ? ഈ മോമോസിനുള്ള കാശ് നിന്റെ സാലറി നിന്ന് കട്ട് ചെയ്തോളാം. ആ മാസം വിഷ്ണു വെറും 8,000 രൂപയാണ് ഓംകിലയ്ക്ക് നൽകിയത്. ആ റെസ്റ്റോറന്റ് മുതലാളിയുടെ കൊടൂരമായ പ്രവൃത്തി കണ്ട് ഓംകില ഒരു തീരുമാനമെടുത്തു. ഓംകില നാരിയനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും എന്റെ ജോലി വിടാൻ പോവുക. ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. പക്ഷേ അതിനു വേണ്ടി നീ കുറെ സാധനത്തിന് കാശ് ആവശ്യമാണല്ലോ. പിന്നെ നിനക്ക് ഒരു കൗണ്ടർ ആവശ്യമാണ്. അതിൽ വെച്ചുകൊണ്ടാണ് നിനക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാശുണ്ടോ? എന്റെ കൈവശം അല്പം പണമുണ്ട്. നീ അല്പം പണം താ. ഓംകില കടൽക്കരയുടെ അടുത്തായിട്ട് ഒരു പെട്ടി കടയിൽ മോമോസ് വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ വിഷ്ണുവിന്റെ റെസ്റ്റോറന്റിലേക്ക് മോമോസ് കഴിക്കാൻ അധികം ആളുകൾ വരാറില്ല. ബീച്ചിലേക്ക് കറങ്ങാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഓംകിലയുടെ കൈവശം നിന്നും മോമോസ് കഴിക്കും. ഓംകില ഇപ്പോൾ മാസം 20,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. വിഷ്ണുവിന്റെ ഓംകിലയുടെ കച്ചവടത്തിൽ ആൾക്കാർ ഒരുപാട് പോകുന്നത് കണ്ട് ദേഷ്യം വന്നു. ഇത്രയും ദിവസമായിട്ട് എന്റെ ഹോട്ടലാണ് ചൈനീസ് ഫുഡ് വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പെണ്ണ് വന്നിട്ട് എന്റെ മൊത്തം വ്യാപാരം അഴിച്ചല്ലോ. എന്ന് വേണമെങ്കിൽ ഇവള് എന്നെ പോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു ചെടി വലിയ മരമായിട്ട് വരുന്ന മുമ്പ് അതിനെ നശിപ്പിക്കുന്നതാണ് നല്ലത്. വിഷ്ണു ഒരു ദിവസം ഓംകിലയുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, ഓംകില, എന്റെ ഈ പുതിയ വർക്കേഴ്സ് ഒക്കെ ഈ മോമോസ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നീ വീണ്ടും എന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നൂടെ? ഞാൻ നിനക്ക് സാലറി 2,000 രൂപ ഞാൻ കൂട്ടി തന്നേക്കാം. വേണ്ട അങ്കിൾ, ഞാനിപ്പോ 20,000 രൂപ സമ്പാദിക്കുന്നു. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ വെച്ചാൽ നിന്റെ ഈ കട വന്നിട്ട് എന്റെ റെസ്റ്റോറന്റ് ദൂരമായിട്ട് കൊണ്ടുപോയേക്കേ. എന്തിനു ചെയ്യണം? ഈ ബീച്ചിന്റെ സ്ഥലമൊക്കെ നിന്റെ അച്ഛന്റെ സ്വന്തമാണോ? ഓംകില അങ്ങനെ പറയുന്നത് കേട്ടതും വിഷ്ണുവിന് ആകെ ദേഷ്യം വന്നു. അദ്ദേഹം പല്ല് കടിച്ചു. നിങ്ങൾ മോമോസ് അല്ലാതെ മറ്റെന്തൊക്കെയോ സെയിൽസ് ചെയ്യുന്നു. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറന്റ് മറ്റെവിടെയെങ്കിലും മാറ്റി വെക്കൂ. ഇപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് ഈ പെണ്ണ് സാലറി കൂട്ടി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? ഇവളുടെ അഹങ്കാരം ഞാൻ അടക്കിയിട്ടില്ലെങ്കിലേ എന്റെ പേര് വിഷ്ണു ചന്ദ്ര ദേശായി അല്ല. അന്ന് രാത്രി ഓംകില തന്റെ റൂമിലേക്ക് പോയപ്പോൾ 2 ആളുകൾ അവളെ പിടിച്ചു. നീ നിന്റെ കട വിഷ്ണു അണ്ണന്റെ കടയിൽ നിന്ന് ദൂരം മാറ്റി വെച്ചിട്ടില്ലെങ്കിലേ അത് നിനക്കും പിന്നെ നിന്റെ കുടുംബത്തിന് അത് നല്ലതല്ല. ഞങ്ങളുടെ ആൾക്കാരെ അരുണാചൽ പ്രദേശ് വരെ ഉണ്ട്. നിങ്ങളുടെ കുടുംബവും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 പേരും ഓംകിലയെ പേടിപ്പിച്ചിട്ട് അവിടെ നിന്നും പോയി. ഓംകിലയ്ക്ക് ഒരുപാട് നേരത്തിന് ശേഷമാണ് ശ്വാസം വന്നത്. ഓംകില ഫോണിൽ തന്റെ അമ്മയോട് സംസാരിച്ചു. നീ പേടിക്കണ്ട മോളെ, ആരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യാനാവില്ല. നീ നിന്റെ ജോലിയിൽ ശ്രദ്ധ ചെലുത്ത്. നീ ഇപ്പൊ തന്നെ പോലീസിനെ ചെന്ന് കാണ്. ഓംകില പോലീസ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. വിഷ്ണു ചേട്ടാ, നിങ്ങൾ ഈ ഏരിയയിലെ വലിയ മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ആരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല 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 ഇൻസ്പെക്ടർ, എനിക്ക് ആരെയും ഞാൻ കൊല്ലാനുള്ള ആവശ്യമില്ലല്ലോ. ഞാൻ ആ പെണ്ണിനെ ജസ്റ്റ് പേടിപ്പിക്കാൻ മാത്രം നോക്കിയതാണ്. ഇതുപോലെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല വിഷ്ണുട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം വരും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആ പെണ്ണിനെ ആ ബിസിനസ് അങ്ങ് ചെയ്യാൻ വിട്ടേക്കേ. പോലീസ് ചെന്നതിനു ശേഷം വിഷ്ണു ആലോചിക്കാൻ തുടങ്ങി. ബലം കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുടുങ്ങിപ്പോവും. ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. കുറച്ചു ദിവസത്തിന് ശേഷം ഓംകിലയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ഹലോ മാം, ഞാൻ ഹിന്ദുസ്ഥാൻ പീ കമ്പനിയിൽ നിന്നും വന്നതാണ്. പ്ലീസ് നിങ്ങൾ ഞങ്ങളുടെ കോഡ് സ്കാനർ ഇട്ടുകൊള്ളുന്നോ? അതിന് കാശ് ആവശ്യം വരുമല്ലോ. ഇത് ഫ്രീ ആണ്. നിങ്ങൾ എന്റെ കയ്യിൽ നിങ്ങളുടെ മൊബൈൽ തരൂ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തേക്കാം. കസ്റ്റമേഴ്സ് എല്ലാം ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഓംകില ആലോചിച്ചു, നമ്മളും ഈ സ്കാനർ ഉപയോഗിക്കാമെന്ന്. ഓംകില തന്റെ മൊബൈൽ ആ പെണ്ണിന്റെ കയ്യിൽ നൽകി.
ആ പെണ്ണ് ഒരു ഹാക്കറാണ്. അവളെ വിഷ്ണുവാണ് അവിടേക്ക് അയച്ചത്. ആ പെണ്ണ് ഓംകിലയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ കാശും എടുത്തു. ഇതാ കഴിഞ്ഞു. അടുത്ത ദിവസം ഓംകില തന്റെ ATM-ൽ നിന്നും കാശ് എടുക്കാനായി ചെന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളുടെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലെന്ന്. ഓംകില ഉടനെ ബാങ്കിലേക്ക് പോയി. അവൾ തന്റെ അക്കൗണ്ടിനെ കുറിച്ച് അവിടെ അന്വേഷിച്ചു. ബാങ്കിലുള്ളവർ അവളോട് പറഞ്ഞു, അതായത് അവൾ ഓൺലൈൻ പേയ്മെന്റിൽ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന്. ഓംകിലയ്ക്ക് മനസ്സിലായി ആ ഹിന്ദുസ്ഥാനി പെണ്ണ് അവളെ പറ്റിച്ചതാണെന്ന്. ഓംകില ആ പെണ്ണിനെ കുറിച്ച് റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകി. പക്ഷെ ആ പെണ്ണിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. മറുവശത്ത് വിഷ്ണു ഓംകിലയുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു. അതിലാണ് ഓംകില എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്. ഇപ്പോൾ ഓംകിലയുടെ കൈവശം ഇൻവെസ്റ്റ്മെന്റിന് കാശുമില്ല, പിന്നെ സാധനങ്ങളുമില്ല. അവൾ കരഞ്ഞുകൊണ്ട് നാരിയനെ കാണാൻ ചെന്നു. ഞാൻ പറ്റിക്കപ്പെട്ടു നാരിയൻ. എന്തു പറ്റി ഓംകില? നീ എന്തിനാ കരയുന്നത്? ഓംകില നാരിയനോട് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. എനിക്ക് നിന്നെ കൊണ്ട് 10,000 സഹായിക്കാനാവുമോ? നാരിയൻ 2 ദിവസം മുൻപെയാണ് ഗ്രാമത്തിൽ നിന്നും വന്നത്. എന്നോട് ക്ഷമിക്കണം ഓംകില. ഞാൻ മെഞ്ഞാന്നാണ് എന്റെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയത്. എന്റെ എല്ലാ പണവും ഞാൻ കല്യാണത്തിൽ ചെലവ് ചെയ്തല്ലോ. ഓംകില ബീച്ചിലിരുന്ന് കരയുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് അതേ പട്ടി മോത്തി വന്നത്. അതിനാണ് ഓംകില മോമോസ് നൽകിയിരുന്നത്. ഇന്ന് നിനക്ക് നൽകാൻ എന്റെ കൈവശം ഒന്നും തന്നെ ഇല്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു. മോത്തി ഉടനെ ഒരു ദൈവമായി രൂപം കൊണ്ടു. ഞാൻ സമുദ്രത്തിന്റെ ദേവൻ വരുണൻ. ഞാൻ ഈ നായുടെ രൂപത്തിൽ കടലിന്റെ തീരയിൽ ഞാൻ ചുറ്റിക്കൊണ്ടിരുന്നു. ജനങ്ങൾക്ക് പരീക്ഷയൊക്കെയായിരുന്നു. നിങ്ങൾ എന്തിനാ എനിക്ക് ദർശനം നൽകിയത്? ഞാൻ ഒരിക്കലും പൂജ പോലും ചെയ്യാറില്ല. ദൈവം എപ്പോഴും ഒരു പ്രാണിയുടെ രൂപത്തിലാണ് പരീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണദേവൻ ഓംകിലയ്ക്ക് കുറച്ച് വിത്തുകൾ നൽകി. ഈ വിതകളൊക്കെ കടൽ തീരത്തിൽ കുഴിച്ചു വെച്ചേക്ക്. അതിൽ വരുന്ന ചെടിയിൽ നിന്ന് നിനക്ക് മോമോസ് കിട്ടും. നിന്നെ കൊണ്ട് മാത്രമാണ് ആ ചെടിയിൽ നിന്ന് മോമോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞിട്ട് വർണ്ണദേവൻ മാഞ്ഞുപോയി. ഓംകില ആ വിത്തുകൾ മണ്ണിൽ പുതച്ചിട്ടു. അടുത്ത ദിവസം തന്നെ ചെടികൾ വളർന്നു വന്നു. ആ ചെടി നിറയെ മോമോസ് വിളഞ്ഞിരുന്നു. ഓംകില ആ മോമോസ് പറിച്ച് ഒരു കുട്ടയ്ക്കകത്ത് വെച്ചു. എന്നിട്ട് മോമോസ് വിൽക്കാൻ തുടങ്ങി. ആ മോമോസിൽ അതേ രുചി ഉണ്ടായിരുന്നു. അതിൽ ഓംകില തന്റെ കൈകൊണ്ട് ചെയ്ത അതേ രുചി. വിഷ്ണുവിന് ഈ കാര്യം അറിഞ്ഞതും, അതായത് ഓംകില മണ്ണിൽ മോമോസ് ചെടി വളർത്തുന്നുവെന്ന്, അദ്ദേഹം രാത്രിയിൽ മോമോസ് പറിക്കാനായി ചെന്നു. വിഷ്ണു ഒരുപാട് സമയം ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു മോമോസ് പോലും പറിക്കാനായില്ല. പിന്നെ ആ ചെടിയും പിഴുതെടുക്കാനായില്ല. വിഷ്ണു മാർക്കറ്റിലേക്ക് ചെന്ന് കീടനാശിനി വാങ്ങിക്കൊണ്ടുവന്നു. അത് ചെടികളെ നശിപ്പിക്കാനുള്ളതാണ്. അദ്ദേഹം ആ മോമോസ് ചെടിയിൽ ആ മരുന്ന് മൊത്തം തെളിച്ചു. ഇപ്പോഴാണ് കളി തുടങ്ങിയത്. അപ്പോഴാണ് വേഗത്തിൽ ഒരു തിരമാല വന്നത്. അത് ചെടിയിലുണ്ടായിരുന്ന എല്ലാ മരുന്നും കഴുകി വൃത്തിയാക്കി. വിഷ്ണു ഒരു വണ്ടിയിൽ ഒരുപാട് മരക്കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവന്നു. അദ്ദേഹം ആ മരക്കഷ്ണങ്ങൾ മോമോസ് ചെടിയുടെ പുറത്ത് ഇട്ടു. എന്നിട്ട് അദ്ദേഹം ആ മരത്തിൽ പെട്രോൾ ഒഴിച്ച് അതിനെ കത്തിച്ചു. വിഷ്ണു ഇപ്പോൾ കാര്യങ്ങളൊക്കെ സക്സസ് ആയെന്ന് കരുതി. പക്ഷെ അപ്പോഴാണ് ബീച്ചിൽ നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ തീ അണഞ്ഞുപോയി. ഈ മഴ ഈ നേരത്തിലാണോ വരേണ്ടത്? അപ്പോഴാണ് ലാരിയൻ അവിടേക്ക് വന്നത്. നിങ്ങൾ എന്തിനാ സാർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ഓംകില എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ മോമോസ് ഒക്കെ ഒരു ദേവന്റെ വരമാണെന്ന്. ആർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനൊരു നാത്തികനാണ്. എനിക്ക് ഈ ദൈവത്തിനെ പറ്റിയോ ഇല്ല വരത്തിനെ പറ്റിയോ ഒരു വിശ്വാസവും ഇല്ല. ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പിന്നെ ഈ ഓംകിലയുടെ ഫ്രീ മോമോസ് നശിപ്പിച്ചേ പറ്റുള്ളൂ. നീയും ഇത് നോക്കിക്കൊണ്ടിരുന്നോ? അപ്പോഴാണ് ഓംകില അവിടേക്ക് വന്നത്. വിഷ്ണു അങ്കിൾ, ആവശ്യമില്ലാതെ എന്റെ മോമോസ് ചെടിയോടൊപ്പം നിങ്ങൾ കളിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പോലീസിനെ ചെന്ന് കണ്ട് നിങ്ങളുടെ മേലിൽ കംപ്ലൈന്റ് ചെയ്യും. ഒരു പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷൻ പോയാൽ എന്റെ ഇമേജ് ഒക്കെ നാശമായി പോവല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് വളരെ നല്ലത്. നീ തെറ്റിദ്ധരിക്കുകയാണ് ഓംകില. ഞാൻ വെറുതെ ഈ മോമോസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഇതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. നോറിൻ, നീ എന്റെ വീട്ടിലേക്ക് വാ. വിഷ്ണു നാരിയനെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. നോറിൻ, നീ എനിക്ക് വേണ്ടി ഒരു പണി ചെയ്തേ പറ്റൂ. എന്ത് ജോലിയാണ് സർ? നീ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഓംകിലയുടെ അമ്മയ്ക്കും പിന്നെ അവന്റെ അനിയന്മാർക്കൊക്കെ സൂക്കേട് വർദ്ധിപ്പിക്ക്. ഒരു പക്ഷെ അവർക്ക് സുഖമില്ലാണ്ട് ഇരുന്നാൽ ഓംകില തീർച്ചയായിട്ടും അവരെ നോക്കാൻ വേണ്ടി അവൾ ഗ്രാമത്തിലേക്ക് പോകും. ഇങ്ങനെ ചെയ്താലേ ഓംകില നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. നീ പണി ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 15,000 രൂപ തരാം. ഇതിൽ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ജോലിയും ഇവിടെ ഉണ്ടാവില്ല. നാരിയന് ആകെ വിഷമമായി. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല.
എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് ജോലിയും വിടാൻ പറ്റില്ല. എന്റെ ഭാര്യയും കുട്ടികളും വിഷം കൊണ്ട് മരിച്ചു പോവും. മുതലാളി പറഞ്ഞ ജോലി ചെയ്യാതെ എനിക്ക് വേറെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നത്. എന്ത് സംഭവിക്കുന്നു അത് നമുക്ക് വന്നു നോക്കാം. പക്ഷെ ഈ പാവമൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. ഞാനതിൽ പെട്ടുപോയിട്ടാണ് ചെയ്യുന്നത്. ദൈവമേ, എന്നോട് ക്ഷമിക്കൂ. അവൻ ഗ്രാമത്തിലേക്ക് പോയി. എന്നിട്ട് ഓംകിലയുടെ വീട്ടിലേക്ക് സ്വീറ്റ് കൊണ്ടുപോയി. ഓംകിലയുടെ അമ്മ നാരിയന്റെ കുഞ്ഞമ്മയാണ്. ചേച്ചി, ഞാൻ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓംകിലയുടെ അമ്മയ്ക്ക് നാരിയനെ ഒരുപാട് വിശ്വാസമാണ്. വളരെ നല്ല കാര്യം മോനെ. അത് ശരി, വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മോനെ? ഓംകില എങ്ങനെയാ? വീട്ടിലെല്ലാരും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഓംകിലന്റെ വ്യാപാരം നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ മകൾ വളരെ അധ്വാനിശാലിയാണ്. ഇതുപോലുള്ള പെണ്ണ് വളരെ നല്ലവർക്ക് മാത്രമേ കിട്ടുള്ളൂ. കുറച്ചു സമയം സംസാരിച്ചിട്ട് നാരിയൻ അവിടെ നിന്നും പോയി. ഓംകിലയുടെ അമ്മ പിന്നെ അവളുടെ സഹോദരങ്ങൾ എല്ലാവരും സ്വീറ്റ് കഴിച്ചു. അവർ 4 പേർക്കും അസുഖം പിടിച്ചു. അവരെല്ലാവരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി. ഓംകില തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി തിരിച്ചു വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് ഒരു പേടിയും ഇല്ല. ഈ ചെടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ വ്യാപാരത്തിൽ നഷ്ടം ചെയ്യിപ്പിച്ചല്ലോ. വിഷ്ണു ഒരു റോളർ എടുത്തുകൊണ്ട് വന്നു. അദ്ദേഹം ആ ചെടിയുടെ പുറത്ത് റോളർ കയറ്റി. പക്ഷെ എന്നാലും ആ ചെടികൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. റോളർ കയറി ഇറങ്ങിയതും തന്നെ ചെടികൾ വീണ്ടും പഴയതുപോലെ നിന്നു. ഇതൊക്കെ കണ്ട് വിഷ്ണുവിന് ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ മുൻപിൽ മോത്തി പട്ടി നിൽക്കുന്നു. വിഷ്ണു തന്റെ ദേഷ്യം പട്ടിയോട് കാണിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഈ നായിനെ വെറുതെ വിടാൻ പോകുന്നില്ല. വിഷ്ണു റോളർ പട്ടിയുടെ പുറത്ത് കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴാണ് പട്ടി ദൈവമായി മാറിയത്. പിന്നെ ദൈവം തന്റെ ശക്തി കൊണ്ട് വിഷ്ണുവിനെ റോളറോടെ തൂക്കി സമുദ്രത്തിലേക്ക് എറിഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ, എനിക്ക് നീച്ചലറിയില്ല. വർണ്ണദേവൻ അദ്ദേഹത്തിന് അടുത്തു ചെന്നു പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. ഓങ്കിലയുടെ ജോലിയിൽ നീ ഇനി ശല്യം ചെയ്യാൻ പാടില്ല. ഞാൻ വാക്ക് തരാം. ഓങ്കിലയുടെ വ്യാപാരത്തിൽ ഇനി ഞാൻ ഒരു ശല്യം ചെയ്യില്ല. അവളുടെ പണവും ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. അവളുടെ കൗണ്ടറും ഞാൻ കൊടുത്തേക്കാം. അപ്പോഴാണ് ദൈവം വിഷ്ണുവിനെ പൊക്കിയെടുത്ത് കരയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മാഞ്ഞുപോയി. അദ്ദേഹം ഓംകിലയുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഓംകിലയുടെ കുടുംബത്തെ സംരക്ഷിച്ചു. ഓംകില നഗരത്തിലേക്ക് തിരിച്ചു വന്നു. തന്റെ വ്യാപാരം പഴയതുപോലെ അവൾ നടത്തി. ഒരു ഗ്രാമത്തിൽ സൂക്ക എന്നും ലെംബു എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എന്നും വഴക്കായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഈഗോ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരുന്നു. ഈ സന്ദർഭം ചതുർ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാ ദിവസവും രണ്ടുപേരും അവരവരുടെ ജോലികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സൂക്ക ബിരിയാണി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ലെംബു പേരക്കകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്ക് ലംബോ, എന്റെ കൂടെ നീ മത്സരിക്കാൻ പേരക്ക കട ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കടയും ഇട്ടു. ഇതാ കണ്ടില്ലേ, ഇതിനു മേലെ നീ എന്നെ ഒരു ശല്യം ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്താലേ നിന്റെ സമയം മോശമായിരിക്കും. ദേ ഇവിടെ നോക്ക്, ഇത് നീ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ പേടിപ്പിക്കാണ്. എന്നാ നോക്കിക്കോ മോനെ, നാളെ തൊട്ട് ഞാനും ബിരിയാണി കട വെക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും. ശരി, നമുക്ക് കാണാലോ രണ്ടുപേരിൽ ആരാ ജയിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ ഇത് മക്കളെ, രാവിലെ തന്നെ ഇങ്ങനെ തല്ലുകൂടുകയാണോ നിങ്ങള്? സൂക്ക, നീ എന്താ ബിരിയാണി കട ഇട്ടിട്ടുണ്ട്, അതും ചിക്കൻ. ആ ശരി, നീ ഒരു പ്ലേറ്റ് എടുക്ക്, ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചതുരേട്ടാ, ഈ കട നിങ്ങളുടെ കട പോലെയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ചതുർ പണം കൊടുക്കാതെ നിറയെ ബിരിയാണി കഴിച്ചു. അവൻ സൂക്കയുടെ ബിരിയാണിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്നത് ലെംബുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സൂക്ക, നിന്റെ ബിരിയാണി അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് നല്ല തൃപ്തിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും. ഇതൊക്കെ ചേട്ടാ, നാളെ എന്റെ കൈ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം. അത് വന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പൊ നിന്റെ കയ്യിലുള്ള പേരക്കൊക്കെ താ. നിന്റെ പേരക്കൊന്നും കുറഞ്ഞ കാര്യമൊന്നുമല്ല. ലെംബുവിന് ചെറിയ രീതിയിൽ പുകഴ്ത്തിയാലും മതി, അവന് സന്തോഷമാകും. അതുകൊണ്ട് ചതുറിന് ഫ്രീ ആയിട്ട് പേരക്കയും കിട്ടി. സുക്കു ഒരു ദിവസം മുഴുവൻ ബിരിയാണി ഒരു പ്ലേറ്റ് 50 രൂപയ്ക്ക് വിറ്റു. സൂക്കയ്ക്ക് അന്നത്തെ ദിവസം നല്ല വരുമാനം കിട്ടി. അത് കണ്ട് ലെംബുവിന് ദേഷ്യം വന്നു. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ലെംബു സൂക്ക വരുന്നതിന് മുൻപ് അവന്റെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ബോർഡിൽ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് 40 രൂപ എന്ന് എഴുതി വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂക്ക അവിടെ എത്തിച്ചേർന്നു.
എടാ മണ്ട, ഇത്രയും വില കുറഞ്ഞിട്ടാണോ ബിരിയാണി വെക്കുന്നത്? എന്നും നിന്റെ ബിരിയാണി നീ എങ്ങനെയാ വിൽക്കുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. രണ്ട് കടയിലെയും ബിരിയാണി വില നോക്കി ജനങ്ങളെല്ലാം ലെമ്പുവിന്റെ അടുത്തേക്കാണ് പോയത്. ബിരിയാണി വില ലെമ്പുവിന്റെ കടയിൽ കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കണ്ടത് സൂക്കയ്ക്ക് തോന്നി, എന്റെ ബിരിയാണി വില കുറച്ചാലോ? 50 രൂപ എഴുതിയിരിക്കുന്ന ബിരിയാണി അവൻ 40 രൂപ എഴുതി. ഇപ്പോ രണ്ടുപേരുടെ കടയിലും സെയിം വിലയാണ്. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനിന്നൊരു കാര്യം അറിഞ്ഞല്ലോ, രണ്ടുപേരും ഇന്ന് നഷ്ടത്തിലാ വന്നതെന്ന്. അമ്മേ, ഇവൻ എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കട മൂടാതെ സമ്മതിക്കാൻ പറ്റില്ല. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കണം. ശരി മക്കളെ, ഇനി ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ദിവസം രാവിലെ ചതുർ സൂക്കയെ കാണാൻ വന്നു. വരൂ ചിത്രേട്ടാ, വന്ന് ഇരിക്കേ. നോക്കു മോനെ, നിനക്ക് കച്ചവടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ സ്വന്തമല്ലേ? ചേട്ടാ, ഇത്ര കാലം നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എന്നാ ഇനി മുതൽ നീ ബിരിയാണി 5 റുപ്യക്ക് വിൽക്ക്. ബിരിയാണി 5 റുപ്യക്ക് വിറ്റാ എനിക്ക് ചിക്കൻ പോലും വാങ്ങാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ അനിയനെ തോൽപ്പിക്കണ്ടേ, അതുകൊണ്ട് നിന്റെ കൈകാശിട്ടിട്ട് എല്ലാ സാധനം വാങ്ങിക്കടോ. പക്ഷേ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ചേട്ടാ. നിന്റെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ നിക്കുന്നത്? നിനക്ക് എത്ര പൈസ വേണ്ട ഞാൻ തരാം. നിനക്ക് പൈസ വന്നതിന് ശേഷം എനിക്ക് തന്നാ മതി മോനെ. ചതുർ സൂക്കാക്ക് കടം കൊടുത്തു. അതിനുശേഷം സൂക്ക ഒരു പ്ലേറ്റ് ബിരിയാണി 5 രൂപ എഴുതി വെച്ചു. സൂക്കയുടെ ബിരിയാണിക്ക് വേണ്ടി ജനങ്ങൾ ക്യൂവിൽ നിന്നു. ടോക്കൺ കയ്യിൽ വെച്ച് അവർ വെയിറ്റ് ചെയ്തു ബിരിയാണിക്ക് വേണ്ടി. ലംബുവിന് ഇത് കണ്ട് വിഷമമായി. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്ത് പറ്റില്ല അമ്പോ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സങ്കടം എന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു പ്ലേറ്റിന് ബിരിയാണിക്ക് 5 റുപ്യക്ക് വിൽക്ക്. എന്റെ അടുത്ത് അത്ര കാശൊന്നും ഇല്ല ചേട്ടാ. ഈ സൂക്കൊക്കെ എങ്ങനെയാണ് കാശ് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നിനക്കുള്ള കടം ഞാൻ തരാം. നീയും 5 റുപ്യക്കുള്ള ബിരിയാണി വിൽക്കാൻ തുടങ്ങ്. ചതുർ ലംബുവിനും കടം കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ. അതിന്റെ വില 5 റുപ്യയാണ്. ഒരു പ്ലേറ്റിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ടാവും. വരൂ വരൂ, നല്ല ബിരിയാണി, സ്വാദുള്ള നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി, 5 റുപ്യുള്ള ബിരിയാണി, 5 റുപ്യ പ്ലേറ്റുള്ള 5 പീസുള്ള ബിരിയാണി. അവര് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ജനങ്ങൾക്ക് ഭയങ്കര സഹായമായി. 5 രൂപയുടെ ബിരിയാണി എല്ലാരും വാങ്ങിക്കഴിച്ചു. അതുകൊണ്ട് ഉച്ചയോടെ ബിരിയാണി എല്ലാം കാലിയായി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഇന്ന് എത്ര കാശ് സമ്പാദിച്ചു? രണ്ടുപേരും അവരുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നത് ചതുറാണോ? രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിക്കോ, ചതുർ എന്താണ് ചെയ്തതെന്ന്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അതെ അമ്മേ, ഇനി ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര വഴക്കുണ്ടാക്കുന്നോ അത് മറ്റുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ. അതെ അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ നന്നായിട്ട് ഉണ്ടായിക്കോളാം. ആ ചത്തുറിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടേ പറ്റൂ. അതിനുശേഷം രണ്ടുപേരും ഒരു കടയിൽ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് കടയ്ക്ക് പേരിട്ടു ലെംബു സൂക്ക ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും അവിടെ എത്തി. ചതുർ അവിടെ എത്തി അവരെ കണ്ടതും അത്ഭുതപ്പെട്ടു. അവരും രണ്ടുപേരും തമ്മിലുള്ള ഒത്തൊരുമ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഓടിപ്പോകാമെന്ന് കരുതി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, നമ്മൾ എപ്പോഴും ഐക്യത്തോടെ ഇരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ അതെല്ലാം പ്രയോജനപ്പെടുത്തും. അതുപോലെ മുഖസ്തുതി പറയുന്നവന് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ ജീവിതം നാശമാകും.